പലപ്പോഴേ പുരുഷന്മാർക്കൊരു സംശയമുണ്ട്. ഞാൻ ഈ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് എൻ്റെ ഒരു സമയം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എൻ്റെ സമയം ഞാൻ ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത് ആരുടെ കൂടെയാണ്? നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിക്ക് തന്നെയാണ്, അല്ലാതെ ഫ്രണ്ട്സിനല്ല. ഫ്രണ്ട്സിനാണ് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ നിങ്ങൾ കെട്ടാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എഗെയിൻ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്കും ഭാര്യയ്ക്കും തുല്യമായിട്ട് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെയും പങ്കാളിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് കൂട്ടുത്തരവാദിത്വമാണ്. അതും മറക്കാതിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ക്വാളിറ്റി ലൈഫ് കൊടുക്കണമെങ്കിൽ കരിയറിൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുകയും അതിന് നിങ്ങൾ സ്കിൽഡ് ആവുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കരിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരിക്കലും നമ്മൾക്ക് നല്ലൊരു ലൈഫ് നമുക്കും ഉണ്ടാവില്ല. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു ഹെൽത്ത്, നിങ്ങളുടെ ഒരു വെൽബീയിങ്, സെൽഫ് കെയർ, നിങ്ങളുടെ ഫാമിലി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മറക്കാതിരിക്കുക.